ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം കഴിഞ്ഞ ഉടൻ തന്നെ പാകിസ്ഥാനോടൊപ്പം തന്നെ മറ്റൊരു രാജ്യത്തിനും കൂടി ഇന്ത്യക്കാർ പണി കൊടുക്കുകയാണ്. അത് തുർക്കിക്കാണ്. തുർക്കിയുടെ സ്വഭാവം എന്തായിരുന്നു? ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പാകിസ്ഥാൻ നിലകൊണ്ട സമയത്ത് പാകിസ്ഥാന് ആയുധവും മറ്റ് സാമ്പത്തികമായിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു തുർക്കിയുടെ പ്രധാനപ്പെട്ട ഹോബി. അപ്പോൾ ഇന്ത്യയെ ശത്രു രാജ്യമായിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നയം. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പല ഘട്ടങ്ങളിൽ തുർക്കിയെ സംബന്ധിച്ച് തുർക്കിക്കുണ്ടായിട്ടുള്ള പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? തുർക്കിക്ക് എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക സഹായം, വൈദ്യസഹായം, അതോടൊപ്പം തന്നെ ആഹാരമടക്കമുള്ള ഒരു മനുഷ്യന് എന്തെല്ലാം സംവിധാനങ്ങൾ വേണം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് എന്തെല്ലാം സംവിധാനങ്ങൾ വേണോ, അവിടുത്തെ ജനങ്ങൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്ത് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കും, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ നടന്ന തുർക്കിയിൽ നടന്ന വലിയൊരു ഭൂകമ്പം. അതുമായി ബന്ധപ്പെട്ട ഭൂകമ്പം ഉണ്ടായി മണിക്കൂറുകൾക്കകം ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ നിറച്ചിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സുമാരടക്കമുള്ള ഒരു വലിയ ടീമിനെയാണ് നരേന്ദ്രമോദി ആദ്യത്തെ ഘട്ടത്തിൽ അങ്ങോട്ട് എത്തിച്ചത്. പിന്നെ വസ്ത്രവും ഭക്ഷ്യസാധനങ്ങളും പൂർണ്ണമായിട്ടും തുർക്കി എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ആദ്യമായിട്ട് ആശ്വാസം ലഭിച്ചത് ഇന്ത്യയിൽ നിന്നാണ്. ഈ പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ ലോകത്തിലെ ഒരു രാജ്യത്തു നിന്നല്ല, അത് ഇന്ത്യയിൽ നിന്നായിരുന്നു. അത്രക്ക് വലിയ രീതിയിൽ നമ്മൾ അവരെ സഹായിച്ച ഒരു രാജ്യം കൂടിയാണ്. അത് ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുന്നിൽ, 2 വർഷങ്ങൾക്ക് മുന്നാണ്. അപ്പോൾ അതിനുള്ള പ്രത്യുപകാരം ഈ ജിഹാദി രാജ്യം നമ്മൾക്ക് ചെയ്തു തന്നു. ജിഹാദി രാജ്യം എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം ഭീകരതയെ വലിയ രീതിയിൽ പിന്തുണക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് ഹമാസിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഹമാസിന് വേണ്ട ആയുധങ്ങൾ നൽകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. വലിയ രീതിയിലുള്ള ആക്രമണം തുർക്കി ഇസ്രായേലിലേക്ക് നടത്തുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ അവിടുത്തെ തുർക്കി പ്രസിഡന്റ് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തുർക്കിയിലേക്ക് പോകാനുള്ള ഒരു താല്പര്യവും ഇനി ഇന്ത്യക്കാർ എടുക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? നമ്മുടെ രാജ്യത്ത് നിന്ന് തുർക്കിയിലേക്ക് പോകാൻ വേണ്ടി വിമാനമടക്കം ടിക്കറ്റ് ബുക്ക് എല്ലാം ചെയ്തു വെച്ചിരുന്ന ആളുകൾ, ഏകദേശം 30% ആളുകൾ ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി തുർക്കിയിലേക്ക് പോകണം, കാരണം ഞങ്ങളുടെ രാജ്യത്തിനെതിരെ നിന്ന ശത്രു രാജ്യമാണ്. ഈ ശത്രു രാജ്യത്തേക്ക് ഞങ്ങൾ പോകേണ്ടത് എന്താണ്? 3000 കോടി രൂപയാണ് തുർക്കിക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടമുണ്ടായിരിക്കുന്നത്. കൂടാതെ രാജ്യത്തെ പല ബിസിനസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുർക്കിയുമായിട്ടുള്ള പല കരാറുകളും റദ്ദാക്കുകയാണ്. അത് നമ്മുടെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുർക്കിയുമായിട്ടൊരു കരാറുണ്ടായിരുന്നു. അപ്പൊ ഇതിലൊന്നും ഇനി താല്പര്യം എന്നുള്ള രീതിയിലാണ് ഇന്ത്യക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം പോലുമല്ല, രാജ്യത്തെ ജനങ്ങൾ ആദ്യമേ തുടങ്ങി. ഗവൺമെന്റ് എടുക്കുന്നതിന് മുന്നേ രാജ്യത്തെ ജനങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മഹാരാഷ്ട്രയിലെ പൂനെയിലേക്ക് ഒരുപാട് അവരുടെ ടൺ കണക്കിന് ഇവരുടെ ആപ്പിൾ എത്തുന്ന ഒരു സംഭവമുണ്ട്, തുർക്കി ആപ്പിൾ. അപ്പൊ ഈ തുർക്കി ആപ്പിളിന് ഏകദേശം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആപ്പിൾ ഇനി തിന്നണ്ട, ഇനി ആപ്പിൾ ഇനി തിന്നാൻ പറ്റിയില്ലെങ്കിലും തുർക്കിയോട് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യം വലിയ രീതിയിൽ സഹായിച്ചിട്ടുള്ള നമ്മളോട് ഇങ്ങോട്ട് കടപ്പെടണം. അല്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ വന്നുകൊണ്ട് നല്ലൊരു സൗഹൃദ രാഷ്ട്രമായി നിലനിൽക്കേണ്ടി ഇവർ മതം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം. ജമ്മു കാശ്മീരിൽ എങ്ങനെയാണ് ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയത്? മതം നോക്കി. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരവാദികൾ മതം നോക്കി കൊലപ്പെടുത്തി. ഇതേ മതം നോക്കിയിട്ട് തന്നെയാണ് ഇസ്രായേലിനെതിരെയും ഇന്ത്യക്കെതിരെയും 2 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആ 2 ഇസ്ലാമിക രാജ്യങ്ങളെയും പിന്തുണക്കുക എന്നുള്ള നയമാണ് തുർക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മതം എന്നുള്ള സംഭവമാണ് തുർക്കി പോലുള്ള രാജ്യങ്ങൾ എടുക്കുന്നത്. ഈ തുർക്കിക്ക് വേണ്ടിയിട്ടാണ്, ഈ തുർക്കിയിലെ ഖലീഫയുടെ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവം ഇവിടെ രൂപീകരിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇവന്മാര് അല്ലെങ്കിൽ ഈ തുർക്കിയെ പിന്തുണക്കുന്ന ആളുകൾ നടത്തി കൂട്ടിയ കലാപം അത് എത്രത്തോളം വലുതാണെന്ന് നമുക്കറിയില്ലേ? അത് മലബാർ കലാപമായിരുന്നു. നമ്മൾ എന്നും ആലോചിച്ച് നോക്കുക. ഇതുപോലെയുള്ള ഒരു ഭീകര രാഷ്ട്രങ്ങൾ നമ്മുടെ ലോകത്ത് ഇവരൊക്കെ വളർന്നു വന്നാലത്തെ ഒരു അവസ്ഥ, ഒന്നില്ലെങ്കിൽ ഇസ്രായേലിനെ പോലെയോ ഇന്ത്യയെ പോലെയോ അല്ലെങ്കിൽ ചൈനയെ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ചൈന ഓൾറെഡി ലോകത്തിന് മുഴുവൻ ദുരന്തം ഉണ്ടാക്കുന്ന രാജ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഫ്രാൻസിനെ പോലെയോ ജർമ്മനിയെ പോലെയോ ഇന്ത്യയെ പോലെയോ അമേരിക്കയെ പോലെയൊക്കെ ഇവിടെ തുർക്കിയെ പോലെയൊക്കെയുള്ള ഒരു ഇസ്ലാമിക രാജ്യം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കും. കാരണം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ഇന്നേ വരെ ഒരു രാജ്യവും അതിനുള്ള അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ ശത്രു രാജ്യത്തിനെ പിന്തുണക്കുക, അവരെ നിരന്തരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക, ഡ്രോൺ കൊടുക്കുക, മിസൈലുകൾ കൊടുക്കുക, വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഇവരൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റഷ്യ-ഉക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്ത് ഉക്രൈന് ഈ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനായിട്ട് നിരവധി ഡ്രോണുകൾ ഈ തുർക്കി കൊടുത്തിരുന്നു. തുർക്കിയുടെ ഡ്രോൺ എന്തോ ഈ വർത്തി ചെയ്താണെന്നൊക്കെയാണ് പറഞ്ഞത്.
തുർക്കിയുടെ ഡ്രോണിനെ അടിച്ചു വീഴ്ത്താനുള്ള കപ്പാസിറ്റി റഷ്യക്ക് ഉണ്ടായിട്ടില്ല. റഷ്യക്ക് വലിയ സൈനിക സംവിധാനവും കാര്യങ്ങളൊക്കെ, പക്ഷേ ഈ ഒരു ചോട്ടാ രാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന്റെയൊക്കെ സൈനിക സംവിധാനം ഇവിടെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഉക്രൈൻ ഒന്നുമല്ല. ആ ഉക്രൈനെ ഇതുപോലെ ഒരു ഡ്രോണൊക്കെ കൊടുത്തിട്ട് റഷ്യക്ക് പോലും അവരുടെ ഈ തുർക്കിയുടെ ഡ്രോണിനെ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്, അതൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു പരസ്യമാക്കിയതുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തുർക്കി കൊടുത്ത ഡ്രോൺ, ഇതേ ഡ്രോൺ ഈ ഉക്രൈന് കൊടുത്ത അതേ ഡ്രോൺ പാകിസ്ഥാനും കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ പക്ഷെ ഇന്ത്യയിലേക്ക് വിടുന്ന സമയത്ത് അതിനെ കവർ ചെയ്യാനുള്ള സംവിധാനം നമ്മൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലായിരിക്കുകയാണ് തുർക്കിക്ക്. ഇപ്പൊ ലോകത്തിന്റെ മുന്നിൽ തുർക്കി, ചൈന എന്ന് പറയുന്ന ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കും ഗംഭീര പണി. അതോടൊപ്പം തന്നെ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം അറിയാലോ, നമ്മുടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ രീതിയിൽ ഇസ്രായേലിലേക്ക് തീവ്രവാദ സംഘടനകൾ അയക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങളൊക്കെ ഇവന്മാർ പല ഘട്ടങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഗംഭീരമായിട്ടുള്ള പണിയും ഇസ്രായേൽ കൊടുത്തു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ അസർബൈജാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തുർക്കിയും കൃത്യമായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ തുർക്കിക്ക് ഗംഭീര പണി വെച്ചാൽ നിസ്സാര പണിയല്ല, ഗംഭീര പണി. ഈ ഗംഭീര പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇന്ത്യക്കാരെന്നു കഴിഞ്ഞ വർഷം മാത്രം 3,80,000 ഇന്ത്യക്കാരാണ് ഈ പറയുന്ന തുർക്കി സന്ദർശിച്ചത്. അപ്പോൾ എത്ര കോടി രൂപ അവരുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മൾ ചിന്തിക്കുക. അവരുടെ വിമാനമടക്കമുള്ള സർവീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ, ടൂറിസം മേഖല ഫുള്ള്, അതിൽ ഇത്രക്ക് വലിയ രീതിയിലുള്ള ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തുർക്കിയിലേക്ക് വന്നിരിക്കുന്ന ഇന്ത്യക്കാരാണ്. അപ്പൊ ഇന്ത്യക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിയെ സംബന്ധിച്ച് വരെ നട്ടലൊടിയുന്ന തരത്തിലേക്കുള്ള നിലപാട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ധാരണ. കാരണം ജിഹാദി രാഷ്ട്രങ്ങൾക്ക് എതിരെ നിലകൊള്ളാൻ ഭയപ്പെടുന്ന ചില ആളുകളൊക്കെ ഉണ്ട്, അവരെ പോലെയാണ് ഇന്ത്യ എന്നുള്ളതാണ്. തുർക്കിയല്ല, തുർക്കിയുടെ അപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിഷയവുമില്ല. ഇന്ത്യ ഗവൺമെന്റ് നിലപാടെടുക്കുന്ന പോലെ ഇന്ത്യക്കാർ ആദ്യത്തെ ഘട്ടം തന്നെ ഇവിടുത്തെ ഏജൻസികളൊക്കെ, ഇതുപോലുള്ള ടൂറിസ്റ്റ് മേഖലയിലേക്ക് മാത്രം ആളുകളെ എത്തിക്കുന്ന ഏജൻസികൾ പൂർണ്ണമായിട്ടും തുർക്കി എന്ന് പറയുന്ന രാഷ്ട്രത്തെ അടിവേറിറക്കുന്ന രീതിയിലേക്ക് അവരുടെ നിലപാടുകൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനി ഇന്ത്യക്കാരെ അങ്ങോട്ട് അയക്കുന്നില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്ക് അവർ പൂർണ്ണമായിട്ടുള്ള നിലപാടെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാഷ്ട്രത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരും ശത്രു രാജ്യത്തിന് നിലപാടുകൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുക്കുന്ന ആളുകളാണ്. തുർക്കിയിലെ ഹാദിയ സോഫിയ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പള്ളി ഒരു മുസ്ലിം പള്ളിയാക്കി അവിടുത്തെ ഭരണകൂടം, മ്യൂസിയം ആയിരുന്നു വർഷങ്ങൾക്ക് മുന്നേ, അത് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. പിന്നെ ഈ കലാപകാരികൾ ഇവരുടെ ജിഹാദി സ്വഭാവം കൊണ്ട് അത് പൂർണ്ണമായിട്ടും ഒരു മ്യൂസിയമാക്കി മാറ്റേണ്ടി വന്നു. പിന്നീട് ഇവരത് അവിടുത്തെ ഭരണകൂടത്തിൽ ഒരു മുസ്ലിം പള്ളിയാക്കി. ആ സമയത്ത് നമ്മുടെ മലപ്പുറത്ത് നിന്ന് പാണക്കാടത്തെ മറ്റേ ജിഹാബലി തങ്ങള് അങ്ങേരൊരു പ്രസ്താവന, ഒരു ലേഖനം എഴുതിയിരുന്നല്ലോ ചന്ദ്രികയില്. അത് എങ്ങനെയായിരുന്നു ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ തുർക്കിയെ പിന്തുണക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട്, ഇവിടുത്തെ ദേശീയവാദികളായിട്ടുള്ള ജനങ്ങൾക്ക് തുർക്കിയെ മനസ്സിലാക്കാനും അവർക്കിട്ട് പണി കൊടുക്കാനുമുള്ള കപ്പാസിറ്റിയും കഴിവുമുണ്ട്. അവസാനമായിട്ട് ഈ ഒരു വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കാം. അത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ച സമയത്ത് NIA സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു പേജിൽ ഈ തുർക്കിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പരാമർശിക്കുന്നുണ്ട്. തുർക്കിയിലെ ഒരു മനുഷ്യാവകാശ സംഘടന നമ്മുടെ ഇറാഖിലേക്കും സിറിയയിലേക്കും ലെബനിലേക്കൊക്കെ പല മരുന്നുകളും സംഭവങ്ങളൊക്കെ എത്തിക്കുന്നതാണ്. അതിന്റെ കൂടെ ഈ തീവ്രവാദികൾക്ക് ഹെൽപ്പായിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നു. ഈ മനുഷ്യാവകാശ സംഘടന ISIS-മായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികവും മരുന്നും മറ്റ് സംഭവങ്ങളും ഭക്ഷണ സാധനങ്ങൾക്ക് എത്തിക്കുന്നു എന്നുള്ള ഒരു സംഭവം പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ ഇത് പറയാനുള്ള കാരണം പോപ്പുലർ ഫ്രണ്ടിനെ ഈ ISIS-നെ ഹെൽപ്പ് ചെയ്ത തുർക്കിയിലെ മനുഷ്യാവകാശ സംഘടനയുമായിട്ട് വ്യക്തമായിട്ടുള്ള ബന്ധമുണ്ട്. അവർക്ക് സാമ്പത്തികം, PFIക്ക് ഈ മനുഷ്യാവകാശ സംഘടന സാമ്പത്തികം കൂടി നൽകി എന്നുള്ളതായിരുന്നു NIA-യുടെ റിപ്പോർട്ട്. അപ്പോൾ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചുള്ള കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ. ഇതാണ് ഈ പന്നി രാഷ്ട്രത്തിന്റെ സ്വഭാവം. പാകിസ്ഥാനെ പോലെ തന്നെ ഒരു പന്നി രാഷ്ട്രമാണെന്നതിൽ തർക്കമില്ല.